ഏട്ടാ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടങ്ങ് പോയി. നിങ്ങളില്ലാതെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് കടം തന്ന എല്ലാവരും ദിവസവും നമ്മുടെ വീട്ടിൽ വന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾ ഉണ്ടായിരുന്നത് വരെ എനിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പൊ ഓരോ ദിവസവും കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് കടം തന്ന എല്ലാവർക്കും ഞാൻ എന്തുത്തരം പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളില്ലാത്ത ഈ ജീവിതം വെളിച്ചമില്ലാത്ത ഇരുണ്ട ജീവിതമാ. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ എന്നാണോ പുറത്തു വരാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉം. ആരാ നിങ്ങള്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങള് നിങ്ങളുടെ ഭർത്താവ് പ്രതാപിന്റെ ഫ്രണ്ട്സാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങളെ കാണാമെന്നാണ്. ഓ, അതെയോ? അകത്തേക്ക് വരൂ. ഉം. നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ആ ശരി. ശരി. എടുത്തോളൂ. താങ്കൾ ഇരിക്കൂ, സംസാരിക്കണം. ഉം. ഞങ്ങൾ പ്രതാപിൻ്റെ ഫ്രണ്ട്സാണ്. അവൻ്റെ ബോഡി എടുക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, അങ്ങനെയാണോ? സോറി ട്ടോ. അന്ന് ഞാനുണ്ടായിരുന്ന സിറ്റുവേഷനിൽ ആരെയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് സാരമില്ല. ആ സമയത്ത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ശരി, നിങ്ങളെ കാര്യം എന്താന്ന് പറയൂ. ഞങ്ങളിപ്പോൾ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ, പ്രതാപിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നു. ഒരു മാസത്തിനകം തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നേ. പക്ഷേ അതിനുള്ളിൽ അവൻ മരിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾ ആ കാശ് നിങ്ങളുടെ തിരിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഒരുപാട് നന്ദിയുണ്ട്. എന്തുപറ്റി? എന്തിനാ ഇപ്പം കരയുന്നേ? പ്രതാപ് ഞങ്ങൾക്ക് കടം തന്ന കാശല്ലേ തിരിച്ചു തന്നെ? അതെന്താന്ന് വെച്ചാ എന്റെ ഭർത്താവിന് ഒരുപാട് കടമുണ്ട്. ഓരോ ദിവസവും ആരെങ്കിലും ഒരാള് കടം തിരിച്ചു ചോദിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് ശരി. ഈ കടങ്ങളൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നോർത്ത് വിഷമിക്കുകയായിരുന്നു. നിങ്ങൾ തന്ന ഈ പണം എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനില് ഭയങ്കര സഹായമായിരിക്കും. ഉം. പൊതുവെ ആരോടെങ്കിലും കടം മേടിക്കുകയാണെങ്കിൽ ആ വ്യക്തി മരിച്ചുപോയിന്നറിഞ്ഞാ കടം വാങ്ങിയ കാര്യം ആരും പുറത്തു പറയില്ല. അത്രമാത്രം കാലം മാറിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ വളരെ നല്ലവരാ. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നപ്പോ വാങ്ങിയ കടം മുഴുവനും നിങ്ങൾ തന്ന ഈ പണം കൊണ്ട് വീട്ടാനിരിക്കുക. ഞാൻ ഉള്ള കടം മുഴുവനും ഒന്നും ബാക്കി വെക്കാതെ അടച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പോവാ ഞാൻ. നിങ്ങൾ വരുന്നതിന് മുമ്പ് പോലും കടത്തിന്റെ കാര്യം പറഞ്ഞ എന്റെ ഭർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കെന്തോ അദ്ദേഹമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതെന്ന് തോന്നിപ്പോവുക. ഉം. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മറക്കില്ല. അത് സാരമില്ല. നിങ്ങളിപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും പ്രതാപിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി. ഒന്നും കൊണ്ട് മടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക്സ്. അല്ല, നിങ്ങളുടെ മോളെവിടെ? ഇവിടെ എവിടെയും കാണുന്നില്ല. അവള് സ്കൂളിൽ പോയിരിക്കുക. ഓ, അങ്ങനെയാണോ? ഓക്കെ. എനിക്കൊരു ചെറിയ സഹായം ചെയ്യൂ. പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. പ്രതാപ് ജീവനോടുണ്ടായിരുന്നത് വരെ ജോലിക്കൊന്നും പോകാൻ സമ്മതിച്ചിട്ടേയില്ല.
ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് എന്നെ നോക്കിയത്. പക്ഷേ ഇപ്പൊ എന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാവുന്ന എവിടെയെങ്കിലും നല്ല ജോലി കിട്ടുമെങ്കിൽ എന്നോട് പറയൂ. ഉം. എനിക്കൊരു നല്ല ജോലി കിട്ടുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കായിരുന്നു. എങ്ങനെയാലും എന്നെ സഹായിക്കണം. ഇതെന്തു പറ്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ ഫ്രണ്ട് പ്രതാപിന് വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി കണ്ടുപിടിച്ച് ഞങ്ങൾ ഏർപ്പാട് ചെയ്തു തരാം. വിഷമിക്കേണ്ട. താങ്ക്സ്. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ സഹായത്തിനുണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി. ശരി എന്നാ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഭക്ഷണം റെഡിയാക്കാം. രണ്ടുപേരും കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല, അതിപ്പോൾ വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. പിന്നീട് ഒരു ദിവസം വന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിട്ട് പോകും. ശരി, ഒരുപാട് നന്ദി. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഉം. വാ. ശരി എന്നാ, എന്തെങ്കിലും നല്ല ജോലി നോക്കിയിട്ട് ഞങ്ങൾ പറയാവേ. ഉം, ഞങ്ങൾ ശരി. ഇറങ്ങട്ടെ. എന്നാ ശരി, പോയിട്ട് വരാവേ. ഉം. ഒരുപാട് നന്ദിയുണ്ട്. വളരെ നന്ദി.